ശ്ലോകം 6. ഏവം പ്രദീക്ഷണ വിജൃംഭിത ഹർഷഭാര. ഓരോ നിമിഷവും ഇപ്രകാരം ഓരോ നിമിഷവും ഹർഷഭാര വർദ്ധിച്ചതായ ആനന്ദം, ആ ആനന്ദം വിജൃംഭിച്ചു വരികയാണ്, വർദ്ധിച്ചു വരികയാണ്. ദിവസം കഴിയും തോറും ആനന്ദം വർദ്ധിക്കുന്നു. ഓരോ ദിവസത്തിലും ഓരോ ക്ഷണം, ഓരോ നിമിഷം കഴിയുമ്പോൾ വർദ്ധിക്കുന്നു. ഏവം പ്രദീക്ഷണ, ഓരോ നിമിഷവും വർദ്ധിച്ചതായ ആനന്ദാതിശയം, ആനന്ദാതിരേകം. ആരൊക്കെയാണ്? ഈ കുട്ടികളും ആ വസ്തുക്കൾ പോലും. ആരാ വസ്തുക്കളെ എടുക്കുന്നു അവർക്ക് ആനന്ദം അനുഭവപ്പെട്ടു. ഹർഷഭാര നിശേഷ ഗോപഗണലാളിത ഭൂരിമൂർത്തിം. എന്തായതിന് കാരണം? ഈ ഭഗവാൻ എല്ലാം നിശേഷം, ഒട്ടും ബാക്കിയില്ലാതെ മുഴുവൻ ഗോപന്മാരും ഗോപഗണം, ഗോപക്കുട്ടികളായും പിന്നെയോ ഗോക്കളായും വർദ്ധിച്ചതായ മൂർത്തികളോടുകൂടി ഒരേ കൃഷ്ണൻ വിവിധ രൂപനാമങ്ങളിൽ ഇരുന്നു. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രപഞ്ചത്തിൽ എന്തെല്ലാം വസ്തുക്കളുണ്ടോ അതെല്ലാം ഭഗവാൻ തന്നെയാണ്. സർവം ഖലിതം ബ്രഹ്മ, ഉപനിഷത്ത് പറയുന്നതാണ്. ഇതം സർവം ബ്രഹ്മ ഖലു. ഇവിടെയുള്ളതെല്ലാം, ഈ പ്രപഞ്ചത്തിലുള്ളതെല്ലാം ബ്രഹ്മം തന്നെ. ബ്രഹ്മം പരമാനന്ദത്തെ തരുന്നതാണ്, സുഖം പരമാനന്ദത്തെ തരുന്നതാണ്. പക്ഷേ ആ പരമാനന്ദം നമുക്ക് എന്തുകൊണ്ട് അനുഭവിക്കാൻ സാധിക്കുന്നില്ല? എൻ്റെ അല്ലാത്തതുകൊണ്ട്. എപ്പോൾ എൻ്റെ ആവുന്നു അത് നമുക്ക് ആ പരമാനന്ദത്തെ തരുന്നു. അപ്പം നമ്മളുടെ അല്ലെങ്കിലും, നമ്മുടെ തനൂജനല്ലെങ്കിലും നമ്മൾ എല്ലാറ്റിനെയും നമ്മുടെ ആയി കാണണം. എല്ലാ കുട്ടികളെയും സ്വന്തം മക്കളായി കാണാൻ സാധിക്കണം. എല്ലാ പുരുഷന്മാരെയും അവനവനെ പോലെ ആത്മസ്വരൂപികളായിട്ട് കാണാൻ സാധിക്കണം. ഇവിടെ ഗോക്കളെയും ഗോപന്മാരെയും എല്ലാവരെയും ഭഗവാനായിട്ട് ആ ഗോകുലത്തിലുള്ള എല്ലാവർക്കും കാണാൻ സാധിച്ചു. അറിയുന്നില്ല, അവർ കൃഷ്ണനാണെന്ന് അറിയുന്നില്ല. പക്ഷേ എന്തെന്നില്ലാത്തൊരാനന്ദം അവർ അനുഭവിച്ചു. അങ്ങനെ കുറച്ചു കാലം, ഒരു വർഷം, നമ്മുടെ ഒരു വർഷം കഴിയാറായി. ഇനി 5-6 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. ഈ ഇതുവരെ ത്വാം അഗ്രജോവിന ബുബുധേ, ആ ജ്യേഷ്ഠൻ പോലും, അഗ്രജനായ അങ്ങയുടെ മുമ്പ് ജനിച്ചിട്ടുള്ളതായ ആ ജ്യേഷ്ഠൻ പോലും ന ബുബുധേ, അറിഞ്ഞില്ല. പിന്നെ എപ്പോഴാണ് അറിഞ്ഞത്? വത്സരാന്തേകില, ഒരു വർഷത്തിൻ്റെ അവസാനം. ഭാഗവതം പറയുന്നു 5-6 ദിവസം ബാക്കിയുള്ളപ്പോഴാണ് ഈ ബലരാമൻ അറിയുന്നത്. ഇങ്ങനെ അറിയാൻ കാരണം, ഒരു ദിവസം കുറച്ച് കുട്ടികൾ പോകാൻ താമസിച്ചു. അപ്പോൾ ഗോപന്മാർ ഗോക്കളെ ആട്ടി മലയുടെ മുകളിലേക്ക് കയറി. അത് കഴിഞ്ഞിട്ടാണ് ഈ കുട്ടികൾ പശുക്കുട്ടികളെ ആട്ടിക്കൊണ്ട് വരുന്നത്. എപ്പോൾ മലയുടെ മുകളിലുള്ളതായ പശുക്കൾ ഈ പശുക്കുട്ടികളെ കണ്ടുവോ, അവരുടെ മക്കളാണെന്ന് കണ്ട് എന്തെന്നില്ലാത്ത സ്നേഹത്തോടുകൂടി അവരവിടെ ചാടി വന്നു. ആ മുകളിൽ ഗോപന്മാരുടെ കയ്യിൽ ചൂലുണ്ട്. അവരെന്തു പറഞ്ഞിട്ടും ഈ പശുക്കളിൽ നിന്നില്ല. ഈ പശുക്കുട്ടികളുടെ അടുത്തേക്ക് എത്തി. അപ്പോൾ അടിക്കാൻ വേണ്ടി ചൂലിലെടുത്ത് ഗോപന്മാരും വന്നു. ഈ പശുക്കൾ വന്ന് തങ്ങളുടെ കുട്ടികളെ കണ്ടുപിടിച്ച് അവരെ നക്കാനും അവർക്ക് പാൽ കൊടുക്കാനും ഒക്കെ തുടങ്ങി. ഗോപന്മാർ പിന്നാലെ വന്നവരെ ചൂലിലുകൊണ്ട് ഇവരെ അടിക്കാൻ വേണ്ടി വന്നു. തങ്ങളുടെ കുട്ടികളെ കണ്ടു, വടി അവിടെ ഇട്ടു. തങ്ങളുടെ കുട്ടികളെ എടുത്ത് ഉമ്മ വയ്ക്കാനും ഒക്കെ തുടങ്ങി.
എന്തെന്നില്ലാത്ത ഒരു സ്നേഹം. ഇത് ബലരാമനും അനുഭവപ്പെട്ടിരുന്നു ഇത്രകാലം. എന്താ ഇതിന് കാരണം? കൃഷ്ണൻ്റെ മുഖത്ത് നോക്കി. ഞാൻ തന്നെ കേട്ടാ. ബലരാമനെ സംബന്ധിച്ച് ധ്യാനിച്ചാലേ ആ ജ്ഞാനം ഉണ്ടാവുള്ളൂ. കൃഷ്ണൻ ആ ജ്ഞാനം എപ്പോഴും പ്രകാശിക്കുന്നു. ഇതാണ് വ്യത്യാസം. ബ്രഹ്മാത്മനോരവി മഹാൻ യുവയോർവിശേഷ. രണ്ടുപേരും ബ്രഹ്മാത്മാക്കൾ തന്നെയാണ്, ബ്രഹ്മാവ് തന്നെയാണ്, ബ്രഹ്മസ്വരൂപികളാണ്. പക്ഷേ വ്യത്യാസം ഇതാണ്. കൃഷ്ണന് എപ്പോഴും അത് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ട്? പൂർണ്ണ സത്വഗുണമാണ്. അതാണ് കാര്യം. ബലരാമന് ബ്രഹ്മാവിൻ്റെ സൃഷ്ടിയായതുകൊണ്ട് സത്വരജസ്തമോ ഗുണങ്ങൾ, 3 ഗുണങ്ങളുമുണ്ട്. അപ്പോൾ എപ്പോൾ ചിന്തിക്കുന്നുവോ ധ്യാനിക്കുന്നുവോ ആ സമയത്താണ് മനസ്സിലാവുക ഇത് ഭഗവാൻ തന്നെയാണ് എന്നുള്ളത്. നമ്മളും അതുപോലെ തന്നെ ബ്രഹ്മസ്വരൂപികളാണ്. നമ്മളും ധ്യാനിക്കുമ്പോഴേ ആ ആനന്ദം അറിയാൻ സാധിക്കും. അതുകൊണ്ടാണ് ധ്യാനമാണ് നമ്മൾ ചെയ്യാറുള്ളത്. ഇപ്പം നമുക്ക് മനസ്സിലായി കഴിഞ്ഞു, ഇത് നമ്മളെല്ലാവരും ആ പരമാത്മാവ് തന്നെയാണ്. ഈ ചട്ടക്കൂട്ടിൻ്റെ ഉള്ളിൽ ആ പരമാത്മാവ് നിറഞ്ഞിരിക്കുന്നു. അത് ഈ നമ്മുടെ മനസ്സിൽ പ്രതിബിംബിക്കുന്നതാണ് നമ്മൾ ഓരോരുത്തരും. മനസ്സിൽ പ്രതിബിംബിച്ച അതാണ് ജീവാത്മാവ്. ജീവാത്മാവ് ലൗകിക വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഭാര്യ, ഭർത്താവ്, മക്കൾ, മിത്രങ്ങൾ, വീട്, എസ്റ്റേറ്റ്, കാറ് മുതലായത്. ഏത് കാലം വരെ ഈ മനസ്സിൽ പ്രതിബിംബിച്ചതായ ജീവാത്മാവുണ്ടോ ആ കാലം വരെ നമുക്ക് സച്ചിദാനന്ദ സ്വരൂപികളെന്ന് അറിയാൻ സാധ്യമല്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഈ മനസ്സിനെ മാറ്റണം. മനോനാശം. മനസ്സിനെ മാറ്റുക എന്ന് പറഞ്ഞാൽ എന്താണ്? മനസ്സിലെ വിഷയചിന്തകളെ മാറ്റൂ. വിഷയങ്ങളെയെല്ലാം മാറ്റി നിർത്തുമ്പോൾ അവിടെ ആരായി? ഭഗവാൻ മാത്രം. നമ്മൾ കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കണു. കണ്ണാടിയുടെ ഉള്ളിൽ നമ്മളുടെ രൂപം വരുന്നു. ആ കണ്ണാടിയിലുള്ള രൂപം ശരിയല്ല നമുക്കറിയാം. പക്ഷേ ഞാൻ തന്നെയാണത്. ആ രൂപത്തിനെ മാറ്റണം. അതാണ് ജീവാത്മാവ്. കണ്ണാടി മാറ്റൂ. മനോനാശം. കണ്ണാടിയെ നശിപ്പിക്കുന്നത് മനോനാശം. നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നശിപ്പിക്കലല്ല, വിഷയചിന്തകൾ. ഇപ്പോൾ വിഷയങ്ങളാണ് നമ്മുടെ മനസ്സിൽ നിൽക്കുന്നത്. ആ വിഷയങ്ങളെ മാറ്റി ഭഗവാനെ അവിടെ പ്രതിഷ്ഠിക്കണം. ഭഗവാൻ മുമ്പേ ഉണ്ട്, സച്ചിദാനന്ദ സ്വരൂപനായിട്ടുണ്ട്. എങ്കിലും ഏതെങ്കിലും വിഗ്രഹത്തിലൂടെ, ഭഗവത് കഥകളിലൂടെ, ധ്യാനത്തിലൂടെ ഭഗവാനെ നമുക്കവിടെ പ്രതിഷ്ഠിക്കാൻ സാധിക്കണം. ഇതാണ് മനോനാശം എന്ന് പറയുന്നത്. അപ്പോൾ ബ്രഹ്മാത്മാവ്, ബ്രഹ്മസ്വരൂപികൾ കൃഷ്ണൻ മാത്രമല്ല, ബലരാമൻ മാത്രമല്ല, നമ്മൾ ഓരോരുത്തരും അതാണ്. പക്ഷേ നമുക്ക് ആ വിധത്തിൽ വിഷയങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കുന്നില്ല. എന്തുകൊണ്ട്? രജോ ഗുണവും തമോ ഗുണവും ഉണ്ട്. അതുകൊണ്ടാണ്. അതാണ് കാരണം. പക്ഷേ ധ്യാനത്തിലൂടെ, വളരെ കാലത്തെ ധ്യാനത്തിലൂടെ, രമണ മഹർഷിയെ പോലെ, രാമകൃഷ്ണദേവനെ പോലെ, ചട്ടമ്പി സ്വാമികളെ പോലെ, ശ്രീനാരായണ ഗുരുദേവനെ പോലെ എത്ര കാലമാണ് അവർ തപസ് ചെയ്തിരിക്കുന്നത്. നമ്മളെല്ലാവരും കിടന്നുറങ്ങുമ്പോൾ അവർ തപസ്സിലാണ്, ധ്യാനത്തിലാണ്. ആ ധ്യാനത്തിൽ വിഷയങ്ങളെ മാറ്റുന്നു. ഒരു വിഷയവും നശിപ്പിക്കുന്നില്ല അവർ. ആ വിഷയത്തിൻ്റെ മധ്യത്തിൽ തന്നെ ഇരുന്ന് ആ വിഷയങ്ങളെ മനസ്സിൽ നിന്ന് മാറ്റി അവിടെ ഭഗവാനെ പ്രതിഷ്ഠിക്കുന്നു. അത് നമുക്ക് സാധിക്കുന്നില്ല. അതിനെന്ത് ചെയ്യണം? നിരന്തരം നാമജപം ചെയ്യൂ. നിരന്തര നാമജപം കൊണ്ട് ആ വിധത്തിൽ വിഷയങ്ങളെ മാറ്റാൻ സാധിക്കും. നാം എപ്പോഴും പറയാറുള്ള ആ
ഏതൊരു പാത്രത്തിലാണോ ചളിവെള്ളം നിറഞ്ഞിരിക്കുന്നത്, ആ പാത്രത്തിൽ ചളിവെള്ളം എടുത്ത് കളയാൻ നമുക്ക് ശക്തിയില്ല. അപ്പം നമ്മൾ നല്ല വെള്ളം അതിലേക്ക് കടത്തി വിട്ട് ആ വെള്ളം ഒഴുകുന്ന സമയത്ത് ഈ ചളിയെല്ലാം പോയി ഒരു സമയം വരുമ്പോൾ അതിൽ നല്ല വെള്ളം മാത്രമാകുന്നു. അതൊരു വലിയ ഡ്രമ്മാവുമ്പോഴോ ചോദിക്കുകയും വേണ്ട. പക്ഷെ വളരെ കാലം എത്രത്തോളം ചളിയുണ്ടോ ആ ചളി പോകുന്നത് വരെ വെള്ളം കടത്തിക്കൊണ്ടേയിരിക്കണം. അതുപോലെയാണ് ഇവിടെ രാഗദ്വേഷങ്ങളാകുന്ന ചളി, അഹന്ത മമതയാവുന്ന ചളി, കാമക്രോധ ലോഭ മോഹ മത മത്സര്യ ഡംബാസൂയാദികളാവുന്ന ചളി. ആ ചെളിയെല്ലാം ഭഗവാന്റെ നാമമാകുന്ന നല്ല വെള്ളം ഉള്ളിലേക്ക് കടത്തു. ആ നാമം കൊണ്ട് ഈ മാലിന്യം പുറത്തേക്ക് പോകട്ടെ. അന്ധകരണം പരിശുദ്ധമാവട്ടെ. അങ്ങനെ ആ ബലരാമനെ പോലെ നമുക്കും ധ്യാനിച്ചാൽ ഈ തത്വത്തെ ഗ്രഹിക്കാൻ സാധിക്കും. പക്ഷേ കൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും അത് അദ്ദേഹത്തിന് വ്യക്തമാണെന്നർത്ഥം. എന്തുകൊണ്ട്? സത്വഗുണമൂർത്തി മാത്രമാണ്. അതുകൊണ്ട് അപ്പോൾ എല്ലാവരും കൃഷ്ണനെ അല്ല മറ്റേ ഈ കുട്ടികളെ, ഗോപക്കുട്ടികളെയും ഗോക്കളെയും സ്നേഹിച്ചു. കാരണം ഭഗവാൻ തന്നെയാണ്, കൃഷ്ണൻ തന്നെയാണ് ആ ഭൂരിമൂർത്തി, അനേകം മൂർത്തികളായത്. ഈ തത്വം ബലരാമൻ പോലും അറിയില്ല. ബ്രഹ്മസ്വരൂപിയാണ് ബലരാമൻ. അദ്ദേഹം പോലും അറിഞ്ഞില്ല. എന്താ കാരണം? ബ്രഹ്മാത്മനോരപി മഹാൻ യുവയോർ വിശേഷ. നിങ്ങൾ രണ്ടുപേരും ബ്രഹ്മസ്വരൂപികളാണെങ്കിൽ നിങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ട്. വിശേഷ, മഹാൻ വിശേഷ, വലുതായ വ്യത്യാസമുണ്ട്. ഇതാണ് വ്യത്യാസം, ഗുണം, നമ്മളിലുള്ളതായ ഗുണം. മനുഷ്യന്മാരായി നമ്മളെ സംബന്ധിച്ച് പൂർണ്ണമായ സത്വഗുണം ഒരിക്കലും സാധ്യമല്ല. രജോഗുണവും തമോ ഗുണം ഉണ്ടാവും നമുക്ക് കൂടെ കുറച്ച്. ചിന്മയാനന്ദ സ്വാമി പറയുന്നതായ ആ ഫോർമുല എപ്പോഴും ഓർമ്മ വയ്ക്കണം. 85% സത്വഗുണം വരെ, 10% കർമ്മം ചെയ്യാൻ വേണ്ടി രജോഗുണം നിർത്തുക, 5% ഉറങ്ങാൻ വേണ്ടി തമോ ഗുണം നിർത്തുക.